നമസ്തേ, ഞാൻ ഡോക്ടർ ശിവജി, ജീവനാലയ മെഡിക്കൽ സെന്റർ, തിരുവനന്തപുരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തലവേദനയെക്കുറിച്ചാണ്. തലവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. ഈ നേരത്തെ പറഞ്ഞ മാതിരി സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൊണ്ട് തലവേദന ഉണ്ടാകാം, അല്ലെങ്കിൽ മൈഗ്രെയിൻ കൊണ്ട് തലവേദന ഉണ്ടാകാം. പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മൂക്കലി ഇൻഫെക്ഷൻ, ENT പരമായിട്ട് പറയുമ്പോൾ മൂക്കലി ഇൻഫെക്ഷൻ, അത് സൈനുസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട്ടിക്കകത്ത് പൊള്ളയായ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തിനാണ് പറയുന്നത് സൈനസ് എന്ന്. ആ സൈനസിനകത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് സൈനുസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈനുസൈറ്റിസ് ഒരു പ്രധാന കാരണമാണ് ഈ തലവേദനയ്ക്ക്. അതിന്റെ പ്രധാനപ്പെട്ട പ്രീഡിസ്പോസിങ് ഫാക്ടർ എന്ന് പറയുന്നത് നേസൽ അലർജിയാണ്. നേസൽ അലർജി ചിലർക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ. അവരുടെ ശരീരത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ആ നേസൽ അലർജി ചിലർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളിലേക്ക് എക്സ്പോസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഡസ്റ്റ്, അല്ലെങ്കിൽ കോൾഡ് വാട്ടർ, അല്ലെങ്കിൽ പൂമ്പൊടികൾ, അതല്ലെങ്കിൽ സിൽക്ക് ത്രെഡ്, ഇങ്ങനെയുള്ള പല കാരണങ്ങളിൽ നമ്മുടെ ശരീരം എക്സ്പോസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറിയിട്ട് നമുക്ക് നേസൽ അലർജി ഉണ്ടാകുന്നു. നേസൽ അലർജി ഉണ്ടാകുമ്പോൾ വെള്ളക്കെട്ടുണ്ടാവും. ആ വെള്ളത്തിനകത്ത് രോഗാണുക്കൾ വളർന്നുണ്ടാകുന്ന അസുഖമാണ് സൈനുസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ സൈനുസൈറ്റിസ് ഒട്ടുമുക്കാൽ കേസസും നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് ശതമാനം, അതിന് നമ്മൾ പറയുന്നത് ക്രോണിക് സൈനുസൈറ്റിസ് എന്നാണ്. ആ ക്രോണിക് സൈനുസൈറ്റിസിന് മാത്രമേ സർജിക്കൽ ഇന്റർവെൻഷന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ സൈനുസൈറ്റിസിന് എന്ത് ചെയ്യാം? സൈനുസൈറ്റിസ് ഉണ്ടാകാതെ നോക്കണം. അതിന് പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സൈനുസൈറ്റിസ് ഉണ്ടാകാതെ നോക്കണം. അവർ പ്രധാനമായിട്ട് അലർജി വരാതെ നോക്കണം. അപ്പൊ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ നിന്ന് അവർ മാറി നിൽക്കണം. ഫോർ എക്സാമ്പിൾ ഐസ് വാട്ടർ, പിന്നെ നമ്മൾ ശീതള പാനീയങ്ങൾ, പിന്നെ AC എക്സ്പോസ് ചെയ്യാതിരിക്കുക, കോൾഡ് എക്സ്പോഷറിൽ കുറവ് പോകാതിരിക്കുക. അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നേസൽ അലർജി ഉണ്ടാകാതെ നോക്കാം, സൈനുസൈറ്റിസ് ഉണ്ടാകാതെ നോക്കാം. ഇനി അക്യൂട്ട് സൈനുസൈറ്റിസ് വലിയ തലവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മരുന്നുണ്ട്. ആന്റിബയോട്ടിക്കും ആന്റിഹിസ്റ്റമിൻസും നേസൽ സ്പ്രേസും ഒക്കെ കൊടുത്ത് ഞങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ശരി, നമസ്തേ.